അമ്മ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരുപക്ഷെ ഈ തലമുറയിലെ എല്ലാ ആളുകളെയും പോലെയും തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം നമുക്ക് കൽപ്പിച്ച് നൽകാൻ കഴിയുന്നുണ്ട്. സുജയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് 79ാമത്തെ വയസ്സാണ്. ഇപ്പോൾ 79ാമത്തെ വയസ്സിലാണ് അവർ വിട പറയുന്നത്. മലയാള സിനിമയുടെ അമ്മ എന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്ന് പറയാം. 14ാമത്തെ വയസ്സിൽ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് കവിയൂർ പൊന്നമ്മ സിനിമാ രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് KPHയുടെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. KPHയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കവിയൂർ പൊന്നമ്മ എത്തുന്നത്. അഭിനയ രംഗത്തേക്ക് എത്തിയതിനു ശേഷം പിന്നീട് ഒരു പിന്നോട്ടം കവിയൂർ പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അപർണ തുടരുക. ഞാനൊന്ന് അർജുൻ മട്ടന്നൂരിലേക്ക് പോവുകയാണ്. അർജുൻ മട്ടന്നൂർ, വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക്. അസുഖബാധിതയായിരുന്നു. തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. മകളൊക്കെ എത്തിയിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, അങ്ങനെ തന്നെയാണ്. മലയാള സിനിമയിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി തിളങ്ങി നിന്ന അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ആശുപത്രി അധികൃതർ പുറത്തിറക്കും. എറണാകുളത്തെ ലിസി ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ ചികിത്സയിലായിരുന്നു. ICUവിൽ, വളരെ ഗുരുതരാവസ്ഥയിൽ ICUവിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും വിശദമായൊരു വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി, അതായത് സത്യനും മധുവും അതോടൊപ്പം തിക്കുറിശിയുടെ ഒക്കെ തന്നെ അമ്മ വേഷത്തിലൂടെ കടന്നു വന്ന ഒരു നടിയാണ്. ഈ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ 20-25 വയസ്സോ മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ വേഷം കൈകാര്യം ചെയ്തു.